മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് അർത്ഥം പറയാൻ പോണത് രണ്ടാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാണ്. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത ഭാരതി. അത്യായാസകരാണി കർമ്മപടകന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേഥവാപ്യുചിതതാമായന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിഃ സിദ്ധ്യന്തി ജന്മാന്തരൈഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ കർമ്മയോഗത്തിനേക്കാട്ടിലും ജ്ഞാനയോഗത്തിനേക്കാട്ടിലും എല്ലാം വളരെ വിശേഷപ്പെട്ടതാണ് ഭക്തിയോഗം. അങ്ങയിലുള്ളതായിട്ടുള്ള ഭഗവാനിലുള്ളതായിട്ടുള്ള ഭക്തി ഏറ്റവും ശ്രേയസ്കരമാണ്. സ്വാദീയസി ശ്രേയസി, ഏറ്റവും മധുരവുമാണ്, ഏറ്റവും ശ്രേയസ്സുള്ളതുമാണ്, ശ്രേയസ്കരവുമാണ് ഭക്തി എന്ന്. അതായത് ഭക്തിയോഗം ആണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഭഗവത്പാദങ്ങളിൽ എത്തിച്ചേരാൻ എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അതിനെ തന്നെ അത് എന്തുകൊണ്ട് ആണ് ഭക്തിയോഗമാണ് ഏറ്റവും ശ്രേയസ്കരം എന്ന് പറയാൻ കാരണമെന്നും കൂടി അവിടെ ഒന്ന് പറഞ്ഞു വെച്ചു. അതായത് ദൂരേത്യഫലം, വളരെ കാലശേഷം മാത്രം ഫലത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഫലം പ്രാപ്തിക്ക് കാലതാമസം ഉണ്ടാക്കുന്നതാണ്. അത് ക്ലേശവഹവുമാണ്. അതുകൊണ്ട് ക്ലേശം ഉണ്ടാക്കുന്നതും കാലതാമസമുള്ളതും ആയതുകൊണ്ട് ജ്ഞാനയോഗവും കർമ്മയോഗവും ഇത്രത്തോളം ശ്രേഷ്ഠമല്ല. അതുകൊണ്ട് എത്തിച്ചേരില്ല എന്ന് പറയണില്ല, പക്ഷെ എത്തിച്ചേരാൻ വളരെയധികം പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് ഭക്തിയോഗമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ആ കാലതാമസമുണ്ട് എന്നുള്ളതൊന്നും കൂടി സമർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യണത്. മറ്റതിൻ്റെ കർമ്മയോഗത്തിൻ്റെയും ജ്ഞാനയോഗത്തിൻ്റെയും കുറവ് എന്താണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. അത്യായാസകരാണി കർമ്മപടലാനി ആചര്യ നിര്യന്മലാഹ. ആദ്യം കർമ്മയോഗത്തിന് എന്താണ് തകരാറ് എന്ന് പറയുന്നു. കർമ്മയോഗത്തിൽ പറയണതായിട്ടുള്ള ധർമ്മങ്ങൾ, നൈമിത്തിക കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക എന്നാണല്ലോ പറഞ്ഞത്. അതായത് ധർമാനുഷ്ഠാനം, വിഹിതങ്ങളായിട്ടുള്ള കർമ്മങ്ങളെ, വിധിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ചെയ്യേണ്ടതാണ് എന്ന് പറയണതായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അതിൽ നേരത്തെ പറഞ്ഞു നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും ഉണ്ട്. പിന്നെ കാമ്യകർമ്മങ്ങൾ, ഓരോരോ മോഹം കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ്. ധനത്തിന് ചിലവുണ്ടായിരിക്കും. അതായത് വെറുതെ ശരീരം കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കണതാവില്ല കർമ്മങ്ങൾ. ഓരോരോ യാഗങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിലും വേറെ വ്രതാനുഷ്ഠാനങ്ങൾക്കാണെങ്കിലും ക്ലേശങ്ങൾ ഉണ്ടായിത്തീരും. അതിനുശേഷം അതിൽ ധനത്തിൻ്റെ ആവശ്യം ഉണ്ടായിന്ന് വരും, കാലതാമസം ഉണ്ടായിന്ന് വരും. കുറേ ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്നതായിരിക്കില്ല, പല ദിവസങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. പ്രതിബന്ധങ്ങൾ ഉണ്ടായിന്ന് വരും, ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യേണ്ടതായി വരും. ഇങ്ങനെ അനവധി ക്ലേശങ്ങളുണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കാനായിട്ട്. അല്ലെ, വിഹിത കർമ്മങ്ങൾ തന്നെ ആയിരിക്കും, വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ അവ വേണ്ട വിധത്തിൽ അനുഷ്ഠിച്ചു പോരാൻ പല പ്രയാസങ്ങളും ഉണ്ട്. അതാണ് അത്യായാസകരാണി. അത്യധികമായിട്ടുള്ള ആയാസത്തെ, ക്ലേശത്തെ ഉണ്ടാക്കുന്നവയാണ് ഈ കർമ്മങ്ങൾ. കർമ്മപടലാനി, അങ്ങനെയുള്ള കർമ്മങ്ങൾ ഒന്നോ രണ്ടോ ചെയ്താൽ പോരാ. കർമ്മപടലാനി, കർമ്മസമൂഹങ്ങൾ തന്നെ, അനവധി കർമ്മങ്ങൾ, അങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മങ്ങൾ, ആയാസകരങ്ങളായിട്ടുള്ള അനവധി കർമ്മങ്ങൾ ചെയ്തിട്ട് അതുകൊണ്ട് എന്താ വരിക? കർമ്മഫലാനി ആചരിച്ചിട്ട്, അങ്ങനെയുള്ളതായിട്ടുള്ള കർമ്മപടലങ്ങളെ, കർമ്മസമൂഹങ്ങളെ ആചരിച്ചിട്ട്, ചെയ്തിട്ട്, അനുഷ്ഠിച്ചിട്ട്, നിര്യന്മലാഹ. അങ്ങനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ എന്താ ഉണ്ടാവണത്? അവരവരുടെ മനസ്സിലെ മാലിന്യം മുഴുവൻ ഇല്ലാണ്ട് ആവണു എന്നുള്ളതാണ്. ഭക്തിയോടുകൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവനവൻ്റെ മനസ്സിലെ മാലിന്യമൊക്കെ ഇല്ലാണ്ടാകും. നിര്യന്മലാഹ, പുറത്തേക്ക് പോയതായിട്ടുള്ള മലങ്ങൾ, അഴുക്കുകൾ, എവിടുത്തെ അഴുക്ക്? മനസ്സിലെ അഴുക്ക്. മനസ്സിലെ മാലിന്യങ്ങളൊക്കെ
ഇല്ലാണ്ടാക്കിയിട്ട് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ പോകുമ്പോൾ പാപമൊക്കെ ഇല്ലാണ്ട് പോകും. അവരവരുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ആ പാപങ്ങളൊക്കെ ഇല്ലാണ്ടായി നിര്യന്മലാഹ, മലങ്ങളൊക്കെ അഴുക്കുകളൊക്കെ മാലിന്യങ്ങളൊക്കെ നശിച്ചവരായിട്ട് ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതാം ആയാന്തി. ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗത്തിൽ ഈ കർമ്മയോഗമൊക്കെ അനുഷ്ഠിച്ച് മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ ജ്ഞാനയോഗത്തിന് ഉള്ളതായിട്ടുള്ള യോഗ്യത ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ യഥോക്തങ്ങളായിട്ടുള്ള വേദവിഹിതങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് അനുഷ്ഠിക്കാൻ ആയാസമുണ്ട്. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ജ്ഞാനയോഗത്തിന് യോഗ്യനായിട്ട് തീരും. ജ്ഞാനം സമ്പാദിക്കാനുള്ളതായിട്ടുള്ള യോഗ്യത ഉണ്ടായിത്തീരും. അതല്ലെങ്കിലോ ബോധം എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനയോഗത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഭക്തിപഥേ അഥവാ അല്ലെങ്കിൽ ഭക്തിപഥേ, ഭക്തിമാർഗത്തിൽ ഒന്നുകിൽ ജ്ഞാനയോഗത്തിന് പ്രാപ്തനാവും, അതല്ലെങ്കിൽ ഭക്തിയോഗത്തിന് പ്രാപ്തനാവും. മനസ്സിലെ ശുദ്ധിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്തി ഉണ്ടാവാം എന്നാണ്. അപ്പം അങ്ങനെ ഒന്നുകിൽ ജ്ഞാനയോഗത്തിന് പ്രാപ്തനാവും, അല്ലെങ്കിൽ ഭക്തിയോഗത്തിന് പ്രാപ്തനായിത്തീരും. അതിനുള്ളതായിട്ടുള്ള യോഗ്യത സമ്പാദിക്കും. അത്രയേ ഉള്ളൂ കർമ്മയോഗം കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. കർമാനുഷ്ഠാനങ്ങളെ കൊണ്ട് നേരിട്ട് മോക്ഷപ്രാപ്തി ഉണ്ടാവില്ല. ഒന്നുകിൽ ജ്ഞാനയോഗത്തിന് പ്രാപ്തനായിത്തീരും, അല്ലെങ്കിൽ ഭക്തിയോഗത്തിന് പ്രാപ്തനായിത്തീരും എന്നാണ് പറഞ്ഞത്. ബോധേ ഭക്തിപഥേ അഥവാ അപി ഉചിതതാം ആയാന്തി. ഉചിതനായിട്ട് തീരുന്നു, ഉചിതനാണ് എന്നുള്ളതായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. അതായത് ഉചിതനായിട്ട് തീരുന്നു, യോഗ്യനായി തീരുന്നു. കിം താവത, അതുകൊണ്ട് എന്താ കാര്യം? ആയില്ലല്ലോ. മുക്തി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനയോഗത്തിലേക്കോ ഭക്തിയോഗത്തിലേക്കോ പ്രാപ്തനായി എന്നുള്ളത് കൊണ്ടായില്ല. കിം താവത, അതുകൊണ്ടായില്ലല്ലോ. അതുകൊണ്ട് എന്താ ഉണ്ടായേ? അത് പോരാ എന്നാണ്. അതുകൊണ്ട് ഫലമായില്ലല്ലോ. സാക്ഷാൽ മോക്ഷപ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ ഭക്തിയോഗം തന്നെ വേണം. ഇത് മറ്റത് കൊണ്ട്, കർമ്മയോഗം കൊണ്ട് ജ്ഞാനയോഗത്തിലേക്ക് അല്ലെങ്കിൽ ഭക്തിയോഗത്തിലേക്കുള്ളതായിട്ടുള്ള യോഗ്യത കിട്ടണു എന്നല്ലാതെ കണ്ട് സാക്ഷാൽ മോക്ഷം കർമ്മയോഗം കൊണ്ട് സിദ്ധിക്കില്ല എന്ന് പറയണം. ഇനി ജ്ഞാനയോഗത്തിൻ്റെ കഥ എന്താണ്? കർമ്മയോഗം കൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് പ്രവേശിക്കാനുള്ള അധികാരം കിട്ടി, അത്രയേ ഉള്ളൂ. ഈ ജ്ഞാനയോഗം കൊണ്ടുള്ളതാണ് അടുത്തതിൽ പറയണു. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യം അന്യേ വേറെ ചിലര്, അതായത് കർമ്മമാർഗത്തിലല്ലാതെ കണ്ട് ജ്ഞാനമാർഗത്തിൽ ചലിക്കുന്നതായിട്ടുള്ള വേറെ ചിലര്, പിന്നീട് വേറെ ചിലരാകട്ടെ, ജ്ഞാനയോഗത്തെ സ്വീകരിക്കുന്നതായ ചിലരാകട്ടെ, താർക്കിക മാർഗത്തിൽ, അതായത് ഈ ഉപനിഷത്തുകളിലും അതിനെ ആശ്രയിച്ചുണ്ടായിട്ടുള്ളതായിട്ടുള്ള വേദാന്ത ഗ്രന്ഥങ്ങളെയൊക്കെ ഒരുപാട് ഈശ്വരൻ എന്നുള്ളത്, ഈശ്വരൻ പരമാത്മാവ് വേറെ ജീവാത്മാവ് വേറെ, അങ്ങനെ ഒരു തർക്കം. പരമാത്മാവ് എന്ന് പറയുന്നത് തന്നെ പുരുഷന്മാർ പലതേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു വ്യാഖ്യാനം. ഇങ്ങനെ അനവധി ശാസ്ത്രങ്ങളിൽ അനവധി പ്രകാരമാണ് ഈ വേദാന്ത തത്വങ്ങളിൽ 6 ദർശനങ്ങളുണ്ട്. ഇനി അവയ്ക്ക് ഉപോത്ബലമായിട്ട് വേറെയും ദർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഓരോരോ ദർശനത്തിലും ഓരോരോ തരത്തിലാണ് പരമായിട്ടുള്ളതായിട്ടുള്ള ആ തത്വത്തിനെ കുറിച്ച് പ്രതിപാദിക്കണത്. അപ്പം അങ്ങനെ ഞാൻ ഏത് സ്വീകരിക്കണു എന്ന് സമർത്ഥിക്കാനായിട്ട് കുറേ വാദഗതികൾ ഓരോ ശാസ്ത്രത്തിലും അങ്ങനെ പരമാത്മാവിൻ്റെ യഥാർത്ഥ സ്വരൂപം വർണ്ണിക്കാനാണ് എന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ അതിനെ സമർത്ഥിക്കാനായിട്ട് ഓരോരുത്തരും ഓരോരോ വാദഗതികൾ കൊണ്ടുവരും. അപ്പോൾ സത്താണ്, ഈ പ്രപഞ്ചം മുഴുവൻ സത്താണ് എന്ന് ചിലർ, പ്രപഞ്ചം ഇല്ലാത്തതാണ് എന്ന് വേറെ ചിലർ, പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വയ്യാത്തതാണ് എന്ന് വേറെ ചിലർ, ഇങ്ങനെ അനവധി വാദമുഖങ്ങളുണ്ട്. ആ വാദമുഖങ്ങളിൽ ക്ലിഷ്ട്വാ തർക്കപഥേ, വളരെ ക്ലേശിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങടും ഇങ്ങടും വിവാദം ചെയ്തിട്ട്, തർക്കം എന്ന് വെച്ചാൽ അവിടെ ആലോചിക്കുക എന്നുള്ള അർത്ഥമാണ്. തർക്കപഥം ആലോചന എന്നുള്ളതായിട്ടുള്ള ചിന്തനം എന്നുള്ളതായിട്ടുള്ള മാർഗത്തിൽ, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള മാർഗത്തിൽ ക്ലേശിച്ചിട്ട് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഏതാണ് ബ്രഹ്മസ്വരൂപം എന്ന് ആലോചിച്ച് തീർച്ചയാക്കാൻ വേണ്ടിയിട്ട്
തർക്കപഥേ പരം തവ വപുഹു, അങ്ങയുടെ ആ പരമമായിട്ടുള്ള ശരീരത്തെ, മൂർത്തിയെ അറിയാനായിട്ട് തർക്കപഥത്തിൽ ചിന്തിക്കുക എന്നുള്ളതായിട്ടുള്ള മാർഗത്തിൽ പലതരത്തിലുള്ളതായിട്ടുള്ള ചിന്തനങ്ങൾ അതിൽ ക്ലേശിച്ചിട്ട് ബ്രഹ്മാഖ്യം തവ പരം വപുഹു, ബ്രഹ്മം എന്ന് പറയുന്നതായിട്ടുള്ള അങ്ങയുടെ ബ്രഹ്മം എന്ന ആഖ്യയോടുകൂടിയ പേരോടുകൂടിയ, അതായത് ബ്രഹ്മം എന്ന് പറയുന്നതായിട്ടുള്ള അങ്ങയുടെ ആ പരമമായ ശരീരത്തെ അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ക്ലേശിച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് വേറെ ചിലര്. അന്യേ പുനഃ, വേറെ ചിലര് അങ്ങനെ ചിത്താർദ്രത്വം ഋതേ, അവർക്കൊന്നും ഈ തർക്കപാഥത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ ആളുകൾക്ക്, അതായത് ജ്ഞാനയോഗത്തിനെ ആശ്രയിച്ച് ബ്രഹ്മസ്വരൂപം അറിയാൻ വേണ്ടിയിട്ട് വിവിധ വാദഗതികളിൽ കൂടി അതിൻ്റെ യഥാർത്ഥ തത്വം അറിയാൻ വേണ്ടി ക്ലേശിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ആർദ്രത വരണില്ല. ചിത്തത്തിന്, ബുദ്ധിക്ക് ആർദ്രത, ആ സ്നേഹം കൊണ്ട് ഭക്തി കൊണ്ടുണ്ടാവാവുന്നതായിട്ടുള്ളൊരു ആർദ്രതയുണ്ട് മനസ്സിന്, അത് ഉണ്ടാവണില്ല. ഈ അങ്ങനെ എങ്ങനെയും വാദിക്കുക മനസ്സിൽ എന്നല്ല, മനസ്സിൽ ചിന്തിക്കുക എന്നുള്ളത് കൊണ്ട് ആർദ്രത കിട്ടാതെ കണ്ട് ചിത്താർദ്രത്വം കിട്ടാതെ കണ്ട് ഹൃദയ കൂടാതെ ചിത്തത്തിന് ആർദ്രത വരാതെ കണ്ട് വിചിന്യ ഇങ്ങനെ ആലോചിക്കണു എന്നുള്ളതാണ്. ബഹുഭിസിദ്ധ്യന്തി ജന്മാന്തരൈഹി, എന്നാ കിട്ടില്ല, ജ്ഞാനയോഗം കൊണ്ട് കിട്ടില്ല എന്ന് പറയണില്ല. പക്ഷേ അത് അത്ര എളുപ്പമൊന്നുമല്ല. ബഹുഭി ജന്മാന്തരൈഹി, അനവധി ജന്മങ്ങളെ കൊണ്ട് ആ പരബ്രഹ്മത്തിൻ്റെ ആ സ്വരൂപത്തെ പ്രാപിക്കുന്നു, പരമാത്മാവുമായിട്ട് ഐക്യത്തെ പ്രാപിക്കുന്നു. അതിന് അനവധി ജന്മങ്ങൾ വേണ്ടിവരും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ കർമ്മയോഗം കൊണ്ട് ജ്ഞാനയോഗത്തിലേക്കോ ഭക്തിയോഗത്തിലേക്കോ പ്രവേശം നേടാം. ജ്ഞാനയോഗം കൊണ്ടാണെങ്കിൽ വളരെയധികം ജന്മങ്ങൾ തന്നെ വേണ്ടിവരും ആ പരമാനന്ദം അനുഭവിക്കാനായിട്ട്. അതുവരെ ചിത്തം ആർദ്രമായിട്ട് തീരുന്നില്ല. അപ്പം അതുകൊണ്ട് ഭഗവത് ഭക്തിയെ തന്നെയാണ്, ഭക്തിയാണെന്നുണ്ടെങ്കിലോ അത് ആ ചിത്തത്തിന് ആർദ്രത വരുത്തിയിട്ട് ആ ഭഗവാന്റെ സ്വരൂപത്തെ അതിവേഗത്തിൽ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. അത്യായാസകരാണി കർമ്മപടലന്യാചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേധവാപ്യുചിതമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർബ്രഹ്മാഖ്യം അന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭിः സിദ്ധ്യന്തി ജന്മാന്തരൈः.